ഒരേ നുണ പലവട്ടം പറഞ്ഞ് അത് യാഥാർത്ഥ്യമാക്കുന്ന തന്ത്രമാണ് ഗീബൽസിയൻ തന്ത്രം. കമ്മ്യൂണിസ്റ്റുകാരും ഇതേ രീതിയാണ് പിന്തുടരുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പൊതു ഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ മുടക്കി പിണറായി വിജയൻ്റെ ചിത്രമുള്ള കൂറ്റൻ ഹോർഡിങ്ങുകൾ സ്ഥാപിച്ചിട്ട് അതിൽ വെണ്ടയ്ക്ക വലുപ്പത്തിൽ എഴുതി വെച്ചിരുന്ന എല്ലാ വാചകങ്ങളും കല്ലുവെച്ച നുണയാണെന്ന് നമുക്കറിയാം. ഈ പെരുംനുണകൾ പലയാവർത്തി പറഞ്ഞ് അതിനെ സത്യമാക്കാനുള്ള തന്ത്രമാണ് സർക്കാർ നടത്തിയത്. എന്താണ് ഗീബൽസിയൻ തന്ത്രം? പോൾ ജോസഫ് ഗീബൽസ് എന്ന പേര് മലയാളികൾക്ക് പരിചയമുണ്ടാവില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നുണയുമായി ബന്ധമുള്ള ആരോ ആണ് ഇദ്ദേഹമെന്ന്. കേരളത്തിലെ രാഷ്ട്രീയക്കാർ പൊതുവേദികളിൽ പ്രസംഗത്തിനിടയിൽ പുട്ടിന് പീരയിടുന്നത് പോലെ ആവർത്തിച്ചു പറയുന്ന ഒരു വാക്കാണ് ഗീബൽസിയൻ തന്ത്രം. ഒരേ നുണ പലവട്ടം ആവർത്തിച്ചു പറഞ്ഞാൽ അത് സത്യമായി മാറും. അതാണ് ആ തന്ത്രം. ലോകത്താകമാനമുള്ള രാജ്യങ്ങളിലെ രാഷ്ട്രീയ, നയതന്ത്ര, സാമൂഹിക മണ്ഡലങ്ങളിൽ ആവർത്തിച്ച് പ്രയോഗിക്കപ്പെട്ട വിജയിച്ച ഒരു തന്ത്രമാണിത്, ഗീബൽസിയൻ തന്ത്രം. സ്വേച്ഛാധിപതിയായ ഹിറ്റ്ലറുടെ പ്രചാരണ വിഭാഗത്തിൻ്റെ തലവനായിരുന്നു ഡോക്ടർ പോൾ ജോസഫ് ഗീബൽസ്. 1897 ഒക്ടോബർ 29 ഗീബൽസ് ജനിച്ചത്. അയാൾ ഒരു ചില്ലറക്കാരനായിരുന്നില്ല. ഹൈഡൽബർഗ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 19-ാം നൂറ്റാണ്ടിലെ കാൽപ്പനിക നാടകങ്ങളിൽ ഗവേഷണം നടത്തി PhD നേടിയ ഗവേഷകൻ, 20-ലേറെ പുസ്തകങ്ങൾ രചിച്ച എഴുത്തുകാരൻ. ഗീബൽസിൻ്റെ തലയിലേക്ക് നാസിസം കുത്തിവയ്ക്കപ്പെടുന്നത് 1924 ആയിടെയാണ് അയാൾ അഡോൾഫ് ഹിറ്റ്ലറെ പരിചയപ്പെടുന്നത്. ഹിറ്റ്ലറുടെ പ്രസംഗങ്ങളിൽ ആകൃഷ്ടനായാണ് ഗീബൽസ് NSDAP എന്ന നാസി പാർട്ടിയിലെ അംഗമാകുന്നത്. ഹിറ്റ്ലറുടെ പല ക്രൂരതകളെയും തൻ്റെ പ്രചാരണ തന്ത്രങ്ങൾ കൊണ്ട് വെളുപ്പിച്ചെടുത്തിട്ടുണ്ട് ഗീബൽസ്. പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തി ആവശ്യമുള്ളയിടങ്ങളിൽ അക്രമം ഇളക്കിവിടുന്നതിൽ മിടുക്കനായിരുന്നു അയാൾ. ജനിച്ചപ്പോൾ തന്നെ ഗീബൽസിൻ്റെ ഒരു കാലിന് വൈകല്യമുണ്ടായിരുന്നു. എന്നാൽ അത് മറികടക്കാനുള്ള കുശാഗ്ര ബുദ്ധി അയാൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾക്കൊരു ഇരട്ട പേര് വീണു, പോയ്സൺ ഡ്വാർഫ് അഥവാ പാഷാണം കുള്ളൻ. കല്ലുവെച്ച നുണകൾ കൊണ്ട് ചരിത്രം പടുത്തുയർത്താൻ വ്യാമോഹിച്ചയാളാണ് ഗീബൽസ്. ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നാൽ ഏതൊരു പച്ചക്കള്ളത്തെയും പരമസത്യമായി ആളുകൾ വിശ്വസിച്ചു കൊള്ളുമെന്നായിരുന്നു അയാളുടെ സിദ്ധാന്തം. രാഷ്ട്രീയത്തിൽ ഈയൊരു പ്രവണതയ്ക്ക് തുടക്കമിട്ടത് ഗീബൽസ് ആയിരുന്നു. ഇതിനിടയിൽ ഗീബൽസ് അഡോൾഫ് ഹിറ്റ്ലറുടെ പ്രചാരണ മന്ത്രിയുമായി. എന്നു മാത്രമല്ല, ഹിറ്റ്ലറുടെ വലം കൈയും മനസാക്ഷി സൂക്ഷിപ്പുകാരനുമായി മാറാൻ അയാൾക്ക് ഒരുപാട് സമയമൊന്നും വേണ്ടി വന്നില്ല. ലോകത്താദ്യമായി വിമാനത്തിൽ പറന്നു നടന്ന തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കുന്ന പ്രവണതയ്ക്ക് തുടക്കം കുറിച്ചത് ഹിറ്റ്ലറായിരുന്നു. ഹിറ്റ്ലർക്ക് ആ ബുദ്ധി ഉപദേശിച്ചു കൊടുത്തതാകട്ടെ ഗീബൽസും. ഹിറ്റ്ലറുടെ വിമാനത്തിലുള്ള ഈ പ്രത്യക്ഷപ്പെടലുകൾ നാടകീയമാക്കാൻ ഗീബൽസ് എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. ജർമ്മനിയിലെ മാധ്യമങ്ങളെല്ലാം ഗീബൽസിൻ്റെ കയ്യിലായിരുന്നു. തൻ്റെ ചൊൽപ്പടിക്ക് നിന്നിട്ട് പോലും മാധ്യമങ്ങളുടെ നിലപാടുകളിൽ ഗീബൽസ് തൃപ്തനായിരുന്നില്ല. ജൂതന്മാരെ ഉന്മൂലനം ചെയ്ത ലോകം കീഴടക്കുക എന്നതായിരുന്നു ഹിറ്റ്ലറുടെ ലക്ഷ്യം. പക്ഷേ ഇതത്ര നേരായ മാർഗത്തിൽ നടക്കില്ലെന്ന് നന്നായി അറിയാവുന്നതുകൊണ്ട് പല കുതന്ത്രങ്ങളും അവർ സ്വീകരിച്ചു. ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചിരുന്നത് ഗീബൽസ് ആയിരുന്നു. ഹിറ്റ്ലറുടെ ക്രൂരതകളെ മറയ്ക്കാനും അയാളുടെ പ്രതിച്ഛായ നന്നാക്കാനും വേണ്ടി ഗീബൽസ് സിനിമകൾ നിർമ്മിക്കുകയും റേഡിയോ പരിപാടികൾ അവതരിപ്പിക്കുകയും പുസ്തകങ്ങൾ എഴുതുകയും ഒക്കെ ചെയ്തു. ഹിറ്റ്ലറെക്കുറിച്ചുള്ള പരിപാടികൾ കേൾക്കാനായി ജനങ്ങൾക്ക് വില കുറഞ്ഞ റേഡിയോകൾ സൗജന്യമായി നൽകി. അസത്യത്തെ സത്യമാണെന്ന് വരുത്തി തീർക്കുന്നതിൽ അസാമാന്യമായ പാടവം തന്നെ ഗീബൽസിനുണ്ടായിരുന്നു. മനസ്സിൽ പോരാട്ട വീര്യം ഉണ്ടായിരുന്നെങ്കിലും വലതുകാലിലെ മുടന്ത് കാരണം ഒരിക്കലും തനിക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് അയാൾക്കറിയാമായിരുന്നു. ജൂതന്മാരോട് കാണിക്കുന്നത് ക്രൂരതയായിരുന്നുവെങ്കിലും അവർ അതിനർഹരാണ് എന്നായിരുന്നു അയാളുടെ അവകാശവാദം. ഒരു ചിത്രകാരനായോ ആർക്കിടെക്റ്റായോ ഹിറ്റ്ലർ വിജയിച്ചിരുന്നുവെങ്കിൽ ലോകത്തിൻ്റെ ചരിത്രം തന്നെ മാറുമായിരുന്നു. അതുപോലെ 20ഓളം പുസ്തകങ്ങൾ എഴുതുകയും സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് നേടുകയും ചെയ്ത ഗീബൽസ് ആ രംഗത്ത് വിജയിച്ചിരുന്നുവെങ്കിൽ നാസി പ്രചാരണ തന്ത്രങ്ങൾ ഇത്രയേറെ ഫലവത്താകുമായിരുന്നില്ല. സാഹിത്യരംഗത്തെ തൻ്റെ പരാജയത്തെ ഗീബൽസ് മറികടന്നത് വലതുപക്ഷ രാഷ്ട്രീയത്തിൽ സജീവമായി കൊണ്ടായിരുന്നു. നാസി പാർട്ടിയുടെ സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ ഹരം പിടിച്ച ഗീബൽസ് ഹിറ്റ്ലറെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നായിരുന്നു ആദ്യകാലങ്ങളിൽ ആവശ്യപ്പെട്ടിരുന്നത് എന്നുള്ളതായിരുന്നു രസകരമായ ഒരു വസ്തുത. ഹിറ്റ്ലർ പ്രതിലോമകാരിയാണ് എന്നായിരുന്നു ഗീബൽസിൻ്റെ വാദം. എന്നാൽ ഹിറ്റ്ലറുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ആ തീരുമാനം ഗീബൽസ് മാറ്റി. അയാൾക്ക് വേണ്ടിയിരുന്നത് ഒരു ഗോഡ്ഫാദറെയായിരുന്നു. ആ ഗോഡ്ഫാദറെ അയാൾ ഹിറ്റ്ലറിൽ കണ്ടെത്തി. ഹിറ്റ്ലറുമായുള്ള പരിചയപ്പെടൽ ഗീബൽസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിരുന്നു. പാർട്ടി പ്രവർത്തകനിൽ നിന്ന് പടിപടിയായി അയാൾ വളർന്നു.
ഹിറ്റ്ലറുടെ പ്രചാരണ മന്ത്രിയായതിനു ശേഷമുള്ള ഗീബൽസിൻ്റെ വളർച്ച ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. 1933 ഹിറ്റ്ലർ ജർമ്മൻ ചാൻസലറായതോടെ ഗീബൽസ് കൂടുതൽ കരുത്തനായി മാറി. തൻ്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ ഹിറ്റ്ലർ ഗീബൽസിനെ നന്നായി ഉപയോഗിച്ചു. ഗീബൽസിൻ്റെ ഭാര്യ മഗ്ദയും ഹിറ്റ്ലറുടെ കടുത്ത ആരാധികയായിരുന്നു. ലിഡ എന്ന ചെക്കോസ്ലോവാക്യൻ നടിയുമായുള്ള ബന്ധത്തെ മഗ്ദ ചോദ്യം ചെയ്തതോടെ ഹിറ്റ്ലറും ഗീബൽസിനെതിരെ നിലപാടെടുത്തു. ലിഡയുമായുള്ള ബന്ധം ഉപേക്ഷിച്ചില്ലെങ്കിൽ മന്ത്രിസ്ഥാനത്തു നിന്ന് പുറത്താക്കുമെന്നായിരുന്നു ഹിറ്റ്ലറുടെ താക്കീത്. ആ താക്കീതിൻ്റെ മുന്നിൽ ഗീബൽസിന് വഴങ്ങേണ്ടി വന്നു. ലിഡയെ ജർമ്മനിയിൽ നിന്ന് നാടുകടത്തി. നാടക ചലച്ചിത്ര മേഖലകളെ കൈയടക്കി വെച്ചിരുന്ന ഗീബൽസ് പല നടികളുമായും ബന്ധം സ്ഥാപിച്ചു. ഹിറ്റ്ലർ ഭരണകൂടത്തിലെ പ്രൊപ്പഗണ്ട മിനിസ്ട്രിയുടെ തലവൻ എന്ന നിലയ്ക്ക് എല്ലാ വാർത്താവിനിമയ മാധ്യമങ്ങളും, റേഡിയോ, പത്രം, പുസ്തകം, സിനിമ, മറ്റു കലാരൂപങ്ങൾ എന്നിവയെല്ലാം തന്നെ ഗീബൽസിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. എല്ലാം തൻ്റെ സ്വാർത്ഥലാഭത്തിനു വേണ്ടി അയാൾ ഉപയോഗിച്ചു. സ്വേച്ഛാധിപതികളാകുകയും സ്വേച്ഛാധിപത്യത്തെ പിന്തുണയ്ക്കുകയും ചെയ്ത പലരെയും പോലെ ഗീബൽസിൻ്റെ കുട്ടിക്കാലവും അത്ര നല്ലതായിരുന്നില്ല. സോവിയറ്റ് യൂണിയൻ്റെ റെഡ് ആർമി ബെർലിനിലേക്ക് അടുത്തതോടെ ഹിറ്റ്ലർ ജീവനൊടുക്കാൻ തീരുമാനിച്ചു. ജീവനൊടുക്കുന്നതിൻ്റെ തലേ ദിവസമായിരുന്നു ഹിറ്റ്ലറുടെ വിവാഹം. ഏറെക്കാലമായി അടുപ്പമുണ്ടായിരുന്ന ലിവ ബ്രൗൺ ആയിരുന്നു വധു. വിവാഹം കഴിഞ്ഞ് ഒരു രാത്രി ഒന്നിച്ചു കഴിഞ്ഞതിനു ശേഷമുള്ള അടുത്ത പകൽ 1945 ഏപ്രിൽ 30 ഹിറ്റ്ലറും ഇവയും ജീവനൊടുക്കി. ഹിറ്റ്ലറോട് അടങ്ങാത്ത ആരാധനയുണ്ടായിരുന്ന ഗീബൽസും ഭാര്യ മഗ്ദയും ആത്മഹത്യയുടെ വഴി തന്നെ തിരഞ്ഞെടുത്തു. തൻ്റെ 6 മക്കളെയും സയനൈഡ് കൊടുത്ത് ഗീബൽസ് കൊലപ്പെടുത്തി. ഹിറ്റ്ലറോടുള്ള ആരാധന മൂത്ത് 6 മക്കൾക്കും എച്ചിൽ തുടങ്ങുന്ന പേരുകളായിരുന്നു അയാൾ ഇട്ടത്. മക്കളെ കൊലപ്പെടുത്തിയതിനു ശേഷം മഗ്ദയ്ക്കും സയനൈഡ് നൽകി. പിന്നീട് അവളെ വെടിവെച്ചു. അതിനുശേഷം സ്വയം തലയിലേക്ക് വെടിയുതിർത്ത് അയാളും മരിച്ചു. അങ്ങനെ ആ യുഗം അവസാനിച്ചു, ഗീബൽസിയൻ യുഗം.